സൂപ്പർ കൺമണി പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനിയും മറ്റുള്ളവരും കൂടി ഒരു വീട് പെയിൻറ്റിങ്ങിന് പോവുകയായിരുന്നു. അങ്ങനെ അവിടെ പോയി പെയിൻറ്റിങ് പണിയൊക്കെ ചെയ്യുമ്പോൾ കൂട്ടുകാർ ചോദിക്കുന്നു, ശ്രീനി ധനലക്ഷ്മിയെ പോലെയുള്ള ഇങ്ങനെ ഒരു മരുമകളെ തനിക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് കളിയാക്കുമ്പോൾ ശ്രീനിക്ക് നെഞ്ചുവേദന വരികയാണ്. അങ്ങനെ ശ്രീനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. ഇത് കഴിഞ്ഞ് മനോജ് ഹോസ്പിറ്റലിൽ നിന്നും അച്ഛനും ഓപ്പറേഷന് വേണ്ടിയുള്ള കാശിന് വേണ്ടി ധനലക്ഷ്മിയുടെ അടുത്ത് വരും. ധനലക്ഷ്മിയോട് ചോദിക്കും, അച്ഛന് വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അയച്ചു തന്ന കാശ് എന്തിന് ചെയ്തു എന്ന്. അപ്പോൾ ധനലക്ഷ്മി ചോദിക്കും, ഏത് കാശ് എപ്പോൾ എന്നൊക്കെ ചോദിച്ച് മനോജിൻ്റെ ഇങ്ങനെ കളിയാക്കുന്നത് പോലെ ചോദിക്കും. അപ്പോൾ മനോജ് അടിക്കാൻ വേണ്ടി കൈയോങ്ങുന്നതാണ് കാണിക്കുന്നത്. ഇതൊന്ന് കാണിക്കുന്നത് ദേവജി സാഗറിനെ വിളിക്കുകയാണ്. സാഗറിനെ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മൾ പ്രോജക്റ്റിൻ്റെ കൂടെ മത്സരിക്കുന്ന BR ഗ്രൂപ്പിലെ ഡിസൈനാണ്, അവരുടെ ഡിസൈനാണ് ഇപ്പോൾ ഡൽഹിയിൽ നമ്പർ 1 ഡിസൈനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇതാരാണ് വരച്ചു കൊടുത്തത് ഇത്രയും നല്ല ഡിസൈൻ? ഡിസൈന് നമ്മൾ ഭയക്കേണ്ടതുണ്ട്. നമ്മളുടെ ഡിസൈൻ മാനസ തന്നെയാണോ വരച്ചത്, അതോ വേറെ ആരെങ്കിലും വരച്ചതാണോ എന്ന് ദേവജി ചോദിക്കുകയാണ്. ഇത് കേട്ട് ഭയന്ന് നമ്മളുടെ ഡിസൈൻ പിന്നിലോട്ടാകുമോ എന്നുള്ള ഭയത്തിലാണ് സാഗറും. അതിനെ തുടർന്ന് കാണിക്കുന്ന മനോജ് കൺമണിയെ വന്ന് വാരി എടുത്ത് പൊക്കുകയാണ്. നമ്മളെ ഡിസൈനാണ് നല്ല ഡിസൈനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്, ഡൽഹി പ്രോജക്റ്റിൽ നമ്മളെ ഡിസൈനും മത്സരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ മനോജ് കൺമണിയെ എടുത്തു പൊക്കുകയാണ്. അങ്ങനെ കൺമണി തന്നെ വരച്ച 2 പ്രോജക്റ്റുകളും ഡൽഹി ഡിസൈനിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കൃഷിനോട് സാഗർ സങ്കടത്തോടെ പറയുകയാണ്, മോനെ നമ്മളുടെ ഡിസൈനിൻ്റെ കൂടെ മത്സരിക്കാൻ പോകുന്ന BR ഡിസൈൻ്റെ ബലരാമൻ്റെ ഡിസൈനാണ്, ഇതാരാണ് വരച്ച് കൊടുത്തതെന്ന് അറിഞ്ഞൂടാ. ഡൽഹി പ്രോജക്റ്റിൽ തിരഞ്ഞെടുത്ത ആ ഡിസൈനുമായി നമ്മളെ ഡിസൈൻ മത്സരിക്കാൻ പോകുന്നത്, നമ്മളെ ഡിസൈൻ എന്താകുമെന്ന് അറിഞ്ഞൂടാ എന്നുള്ള വിഷമത്തിലാണ് സാഗർ ഋഷിനോട് പറയുന്നത്. ഇത് കഴിഞ്ഞ് സാഗർ പറയുന്നു, നമ്മൾ ബലരാമനെ വിട്ടാലും ബലരാമൻ നമ്മളെ വിടില്ല, നമ്മളെ പിന്തുടരുക തന്നെ ചെയ്യും. ഇത് കഴിഞ്ഞ് വിഷമത്തോടെ നിൽക്കുന്ന കൃഷിനെ മനസ്സിലാകുന്നു അത് മാനസയല്ല വരച്ചത്, കൺമണിയാണെന്ന്. ഇതെല്ലാം വിഷമത്തോടെ നിൽക്കുന്ന കൃഷിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.